ഇവരാണ് ഈ ഭർത്താവാണിത് പിന്നെ പോൺ സൈറ്റുകൾക്ക് വിറ്റിട്ടുള്ളതെന്ന് മനസ്സിലായപ്പോൾ ഈ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദൃശ്യങ്ങൾ വന്നപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കത് പലരും അയച്ചു കൊടുത്തപ്പോൾ നാട്ടിൽ വെച്ചുള്ളതുണ്ട്, വിദേശത്ത് വെച്ചുള്ളതുണ്ട്. ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്വയംഭോഗം ചെയ്തതിന് ശേഷം അത് വീഡിയോയിൽ ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ടെന്ന് ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. ഈ പ്രതിയുടെ അമ്മ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ കേരളത്തിലെ പല കേസുകൾ പരിശോധിച്ചാലും മാധ്യമങ്ങൾ, പക്ഷേ ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം അങ്ങനെയല്ല. ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ചാനലുകൾ തമ്മിൽ പരസ്പരം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യം വരുമ്പോൾ പോലീസിന് എന്താണ്, പോലീസിന് മെല്ലെപ്പോക്കും. മറ്റേത് വരുമ്പോൾ പോലീസ് പലപ്പോഴും എന്ത് ചെയ്യും, സ്വന്തം കിടപ്പറ രംഗം വരെ കാശിന് വേണ്ടി വിൽക്കുന്ന ഒരു സൈക്കോപാത്തിനെതിരെ നിയമത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇരയുടെ അഭിഭാഷകനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി പ്രശാന്ത് വി കുറുപ്പ് സാറിന് നമ്മുടെ റെസ്പോൺസ് കേരള ചാനലിലേക്ക് സ്വാഗതം. സാർ, ആദ്യമേ തന്നെ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു ഇര, അതായത് ഇത്രയും അബ്യൂസ് നേരിട്ട ഈ ഒരു കുട്ടി സാറിന് ഇവിടെ വെച്ച് കോണ്ടാക്ട് ചെയ്താണോ അതോ UK വെച്ച് തന്നെ സാറിനെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഈ കുട്ടി നാട്ടിൽ വന്നതിന് ശേഷമാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. 30 വയസ്സുള്ള യുവതിയാണ്. ഇവരെ ഹസ്ബൻഡ് വൈഫ് ഒരു കുഞ്ഞും UK ഇവര് കൊല്ലം ജില്ലക്കാരാണ്. ഇവര് പിന്നെ ഇത്തരത്തിൽ ഇവരുടെ ദൃശ്യങ്ങൾ സൈറ്റുകളിൽ, അതായത് പണം കൊടുത്താൽ ലഭ്യമാകുന്ന സൈറ്റുകളിൽ, അശ്ലീല സൈറ്റുകളിൽ ലഭ്യമാണ് എന്നുള്ള വിവരം ഇവരോട് ചിലർ പറയുന്നു. ഇവരത് പരിശോധിക്കുന്നു. പരിശോധിച്ചതിന് ശേഷം ഇവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ ഈ വൈഫ് ഈ ഹസ്ബൻഡിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. അതിനു മുമ്പ് തന്നെ ഇയാളെ പറ്റിയുള്ള ചില ഗുരുതരമായ ഒരു കൂടെ താമസിക്കുന്ന ഭാര്യയ്ക്കായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഭർത്താവിനായിരിക്കുമല്ലോ ഭർത്താവിനെ പറ്റി അറിയാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി വളരെ വിശദമായി അവർക്ക് അറിയാം. ഇത്തരത്തിലുള്ള സ്വകാര്യമായ പിന്നെ ദൃശ്യങ്ങൾ അയാൾ പകർത്തുന്ന ഒരു ശീലം പണ്ട് മുതലേ ഉണ്ട്. അതിനെ സംബന്ധിച്ച് ഇവർ തമ്മിൽ പരസ്പരം ക്ലാഷുകൾ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എല്ലാവരും പിന്നെ മമതാ ബാനർജിയുടെയോ അല്ലെങ്കിൽ അതിൽ സോണിയാഗാന്ധിയുടെയോ അല്ലെങ്കിൽ വലിയ വലിയ സ്ത്രീകളുടെ ഉന്നത നിലവാരത്തിൽ അവർ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല സാധാരണ സ്ത്രീകൾ. അതിപ്പോൾ UK പോയാലും മറ്റേ US പോയാലും ഒക്കെ തന്നെ സാധാരണ വീട്ടമ്മമാരായി അല്ലെങ്കിൽ ഭർത്താവ് പറയുന്ന രീതിയിൽ കുറച്ചൊക്കെ അംഗീകരിച്ചു പോകുന്നവരായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വന്നപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കത് പലരും അയച്ചു കൊടുത്തപ്പോൾ നാട്ടിൽ വെച്ചുള്ളതുണ്ട്, വിദേശത്ത് വെച്ചുള്ളതുണ്ട്. അപ്പൊ ഇയാളോട് സംസാരിക്കുമ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇത് കേരളത്തിൽ വെച്ച് ചിത്രീകരിച്ചതും ഇവർ UK വെച്ച് നിന്ന സമയത്തെ അടക്കമുള്ള ദൃശ്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ അവര് പിന്നെ ഇവരാണ് ഈ ഭർത്താവാണിത് പിന്നെ പോൺ സൈറ്റുകൾക്ക് വിറ്റിട്ടുള്ളതെന്ന് മനസ്സിലായപ്പോൾ ഈ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഇവർ തമ്മിൽ പിന്നെ ടെലിഫോണിൽ പരസ്പരം സംസാരിച്ചു. ഇയാൾ വീട്ടിലേക്ക് വരാതായി. അപ്പൊ യഥാർത്ഥത്തിൽ ആ സമയത്തൊന്നും എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവര് വിദേശത്ത് നിന്നും കൗൺസിലിങ്ങിനായി, സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനായി ഭർത്താവിനെയും കൊണ്ട് നാട്ടിൽ വരുമായിരുന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശം ജെനുവിനാണ് ഭർത്താവിനെ. പക്ഷെ കൊല്ലത്തെ ഒരു പ്രമുഖ ഡോക്ടറെ കണ്ട ഒരു കൗൺസിലിംഗിന് വിധേയമാക്കി 2-3 അപ്പോഴൊന്നും ഈ കുട്ടിയുടെ വീട്ടുകാരൊന്നും ഇത് അറിഞ്ഞിരുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൗൺസിലിങ്ങിനെ തുടർന്ന് വീണ്ടും കൗൺസിലിംഗ് നടത്തിയെങ്കിലും വീണ്ടും ഇയാൾക്ക് വേറൊരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ പെൺകുട്ടി ജോലിക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഭർത്താവ് തന്നെയായിരിക്കും. അപ്പൊ ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്വയംഭോഗം ചെയ്തതിന് ശേഷം അത് വീഡിയോയിൽ ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ടെന്ന് ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. അപ്പൊ അത്തരത്തിൽ മനസ്സിലായപ്പോൾ ഇതിന്റെ ഗൗരവ സ്വഭാവം കുറച്ചുകൂടി ഇവർക്ക് ബോധ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ വന്നു, കൗൺസിലിംഗ് നടത്തിയതിനു ശേഷം അടുത്ത ദിവസം 14-ാം തീയതിയാണ് ഇവർ നാട്ടിലെന്നത്. 16-ാം തീയതി വീണ്ടും ഇത് തന്നെ രാത്രിയിൽ ആവർത്തിക്കപ്പെടുന്നു. ഇത് ഭാര്യ കാണുന്നു, വീണ്ടും അതിനെ സംബന്ധിച്ച് സംസാരം ഉണ്ടാകുന്നു. അപ്പം സഹിയായിട്ട് ഈ ഭാര്യ, ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുന്നു. അതിൽ പ്രകോപിതനായി ഈ പെൺകുട്ടിയെ ഇയാൾ ഉപദ്രവിക്കുന്നു. ഇവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. അഡ്മിറ്റ് ആയതിനു ശേഷം ഇന്റിമേഷൻ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുന്നു. പോലീസ് എത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഇതിനകത്ത് പോലീസിനെ ആ സമയത്ത് തന്നെ അന്ന് തന്നെ വൈകുന്നേരം ഇന്റിമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മൊഴിയെടുത്തെങ്കിലും ഈ ദൃശ്യങ്ങളടക്കം കാണിച്ചെങ്കിലും അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഇയാളുടെ ഓഡിയോ ക്ലിപ്സ് അടക്കമുള്ളത് കാണിച്ചെങ്കിലും യഥാർത്ഥത്തിൽ പോലീസ് എന്തുകൊണ്ടോ
അതിന് എന്തുകൊണ്ടാണെന്നറിയില്ല. പോലീസിനെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. കാരണം പോലീസിലെ പരിഷ്കരണത്തിന്റെ SHOമാർ SI ആയി 15-ാം തീയതിയുടെ ഉത്തരവ് ഇറങ്ങിയത് അതിന്റെ ഒരു പ്രാബല്യത്തിൽ വന്നുകൊണ്ടൊക്കെ ആയിരിക്കാം. നമ്മൾ ഒരിക്കലും മുൻവിധിയോട് പോലീസിനെ കാണേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തില്ല. പിറ്റേ ദിവസം മാധ്യമങ്ങൾ ഈ സംഭവം അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് പോലീസ് ഈ കേസ് ഒരു ദിവസം കഴിഞ്ഞ് രാത്രിയോടുകൂടി, പിറ്റേ ദിവസം രാത്രിയോടുകൂടിയാണ് 16-ാം തീയതി 18-ാം തീയതിയോടുകൂടിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഈ അട്രോസിറ്റി ഉണ്ടായപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇവരുടെ റിലേറ്റീവ് വഴി ഇവരുടെ റിലേറ്റീവ്സിന്റെ ചില സിവിൽ മാറ്ററുകളിലൊക്കെ ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോഴും ഞാൻ ഉദ്ദേശിച്ചത് ഇവരെ കൗൺസിലിങ്ങിൽ നന്നാവട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അപ്പോഴാണ് ഞാൻ ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇയാൾ ഈ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചുള്ള ചില ലൈംഗിക കുറ്റവാളികളുമായും ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം പങ്കുവെക്കുന്നു പറയപ്പെടുന്ന ഒരു ആപ്പുണ്ട്. അതിൽ കൂടി അടുത്ത സമയത്ത് ദമ്പതികളെ സ്വാപ്പിംഗ് നടത്തുന്ന ഒരു ആപ്പാണ്. അതിനകത്ത് കുപ്രസിദ്ധനായ ഒരു ദമ്പതികളുണ്ട്. അവർ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ് അവരെ പറ്റി. അവരുടെ പേര് പറയുന്നില്ല. അപ്പൊ അവരുമായിട്ടൊക്കെ നിരന്തരമായ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇവര് അതിനും ഈ കുറ്റകൃത്യത്തിനും ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മൊഴിയിൽ ഇതെല്ലാം വിശദമായി പറഞ്ഞെങ്കിലും മൊഴിയെടുത്തില്ല. പിറ്റേ ദിവസം മൊഴിയെടുക്കുന്നു. മൊഴിയെടുത്തപ്പോൾ പോലും ഈ കേസിൽ നമ്മള് പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതാണ്. അതിന് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. പക്ഷെ എന്നാൽ പോലും പോലീസ് ഇതിനകത്തിൽ വെറും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് മാത്രം, അത് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ സീരിയസ് ആയ ഒഫൻസ് ചേർക്കാതെ BNS സെക്ഷൻ പ്രകാരവും IT ആക്ടിലെ ചില ദുർബലമായ വകുപ്പ് പ്രകാരവും കേസെടുത്തതല്ലാതെ മറ്റു തരത്തിലൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും. അപ്പോഴത്തേക്ക് പ്രതിക്ക് അബ്സ്കോണ്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. പ്രതിക്ക് നാടുവിട്ട് പോകാൻ പറ്റുന്നുണ്ടായി. അപ്പൊ യഥാർത്ഥത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പെൺകുട്ടി വീട്ടുകാരും ആശങ്കയോട് കാണുന്നത് ഈ കേസിനകത്തിൽ അവര് കേസിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പലർക്കും ഇത് സ്പ്രെഡ് ചെയ്ത് പോകാനുള്ളത്, ഈ ഫോൺ കണ്ടെടുത്ത് റിക്കവർ ചെയ്യേണ്ടതായിട്ടൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതാണ് ഈ കേസിന്റെ ഒരു നാൾവഴികൾ. ഇത്രയും കാലത്തെ ഒരു ചെറിയ സംഗ്രഹം ഇതാണ്. അങ്ങനെയാണെങ്കിൽ സാർ ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ പരാതി ആദ്യമേ കൊടുത്തു, പക്ഷെ പരാതി സ്വീകരിക്കാനോ അത് കേസെടുക്കാനോ തയ്യാറായില്ല. ഈ പരാതി കൊടുക്കുന്ന സമയത്ത് ഈ ഭർത്താവ് ഈ ഇരയുടെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. ഉപദ്രവിച്ചതിന് ശേഷം ഇയാള് അബ്സ്കോണ്ട് ചെയ്യുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ബ്രൂട്ടലായ ഒരു ഉപദ്രവമായതുകൊണ്ട് അയാൾ ധരിച്ചിട്ടുണ്ടാവാം ഇത് കേസാകുമെന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയ സമയത്തോ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ ചെറുപ്പക്കാർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എറിഞ്ഞിടുന്ന പോലീസ്, തീർച്ചയായിട്ടും 3 പേരെ വെച്ചുകൊണ്ട് ബൈക്കിൽ പോയാൽ ചേസ് ചെയ്ത് പിന്തുടർന്ന് വണ്ടി മുട്ടിച്ചിട്ട് അതിസാഹസികമായി ഈ ഞാനത് കുറ്റത്തെ ന്യായീകരിക്കില്ല, അവരെ പിടിക്കുന്ന പോലീസ്, ഒരു കവലയിൽ 4 ആള് കൂടി നിന്നാൽ അടിച്ചോടിക്കുന്ന പോലീസ്, അല്ലെങ്കിൽ ഒരു മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന്റെ പുറത്ത്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞേ, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ വളരെ ബ്രൂട്ടലായി ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ സംശയത്തിന്റെ പേരിൽ പലപ്പോഴും കുറ്റവാളികൾ എന്ന് ആരോപിക്കപ്പെട്ട് പിടിച്ചുകൊണ്ടു പോകുന്ന പോലീസ്. പക്ഷെ ഇത്രയും ഗൗരവമായ ഒരു സംഭവം ഉണ്ടായിട്ടും അതിനകത്ത് എന്തുകൊണ്ടോ, അത് ഞാൻ ഒരിക്കലും സർക്കാരിനെ കുറ്റപ്പെടുത്താനില്ല, അല്ലെങ്കിൽ പോലീസിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്താനില്ല. പക്ഷെ എന്തുകൊണ്ടോ പോലീസ് കുറച്ചുകൂടി ഗൗരവ സ്വഭാവം ഇതിനകത്ത് കാണിക്കേണ്ടതായിരുന്നു. ഇനിയും സമയം വൈകിട്ടില്ല, ഇനിയാണെങ്കിലും കാണിച്ചാൽ മതി. അതെ, ഇപ്പൊ UK എന്തുകൊണ്ടാണ് ഇവർ UK ഈ ഒരു കുട്ടി അല്ലെങ്കിൽ ഈ ഒരു ഇര പരാതി കൊടുക്കാതിരുന്നത്? അല്ല, UK വെച്ച് പരാതി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ഈ ഭർത്താവിനെ എങ്ങനെയെങ്കിലും എല്ലാ സ്ത്രീകളും, നമ്മളിപ്പം അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് വിവാഹമോചനങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ ഒരു ശൈഥില്യം, കുടുംബ ബന്ധങ്ങൾ തകരുന്നു. പക്ഷെ ഈ ഭർത്താവിനെ, ഒരു കുട്ടിയുണ്ട്, 30 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ്. സ്വാഭാവികമായിട്ടും ഇയാളെ ഓരോരുത്തരും ചിലപ്പോൾ ചെറിയ വിഷയങ്ങൾക്ക് പോലും കലഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരിക്കാം. ഗുരുതരമായ വിഷയങ്ങൾ ചിലപ്പോൾ വീട്ടിനകത്ത് കടിച്ചമർത്തി ജീവിക്കുന്ന പെൺകുട്ടികളുണ്ടാവാം, പുരുഷന്മാരും ഉണ്ടാകാം. ഞാൻ പറഞ്ഞ സ്ത്രീകളെല്ലാം നല്ലതാണെന്നോ പുരുഷന്മാരെല്ലാം മോശമാണെന്നോ അല്ല പറഞ്ഞത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി അവിടെ വെച്ച്, പിന്നെ ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞത്, അവിടെ ഒരു നിയമ നടപടിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഇയാൾ പിന്നെ അവിടുത്തെ നിയമം അനുസരിച്ച് പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടാൽ ഇവിടുത്തെ പരിഗണന ഒന്നും തന്നെ അവിടെ കിട്ടത്തില്ല. ഒന്ന് വിദേശ രാജ്യമാണ്, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അയാളുടെ ഭാവി എന്നേക്കുമായിട്ട് ഇരുളടയും.
അതുകൊണ്ടാണ് ഇയാളെ കൗൺസിലിങ്ങിനായി നാട്ടിൽ കൊണ്ടുവന്നത്. പക്ഷേ ഈ കുറ്റകൃത്യം നമ്മുടെ ഇന്ത്യൻ സിറ്റിസണായ രണ്ടുപേർ ഒരു വിദേശത്ത് വെച്ചാണെങ്കിൽ പോലും ഒരു കുറ്റകൃത്യം ചെയ്താൽ ഈ കേസിൽ നമ്മുടെ ഈ പർട്ടിക്കുലർ കേസിലേക്ക് വന്നാൽ ഇപ്പം UK വെച്ചാണെങ്കിൽ ഇവിടെ കേസെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ നിയമത്തിൽ അതിന് BNS അതിന് വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെയുമല്ല നമുക്കിപ്പോൾ ഇത്തരത്തിലുള്ള കേസിനകത്ത് ഇതിലെ കുറ്റകൃത്യത്തിന്റെ പകുതി കേരളത്തിൽ വെച്ചാണ് നടന്നത്. ഈ പെൺകുട്ടി ഉപദ്രവിച്ചത് കേരളത്തിൽ വെച്ചാണ്. കൗൺസിലിംഗ് കൊണ്ടുപോയതിനു ശേഷവും പിന്നീട് ഇയാൾ മാനസിക വൈകല്യങ്ങൾ കാണിച്ചിട്ടുണ്ട് കേരളത്തിൽ വെച്ചാണ്. ഇതിനകത്ത് ഏറ്റവും എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രതി എന്ന് പറയുന്ന ആള് അയാളുടെ നമ്മളൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത വൈകാരിക ബന്ധമുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് അത്തരത്തിലുള്ള ബന്ധമുള്ള ഇയാളുടെ വീട്ടിലെ സ്ത്രീകളുടെ അടക്കം ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്ന് പറയുന്നതിലാണ് ഞാൻ അതിനകത്ത് സങ്കടത്തോടെ കാണുന്നത്. കാരണം ഈ പെൺകുട്ടി എന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ സ്ത്രീയോ പറയുന്നത് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കാതെ നമ്മൾ പലപ്പോഴും ഒരു കേസിന് ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കുമ്പോഴാണെങ്കിൽ നമ്മൾ അതിന്റെ ജെനുവിനിറ്റി ഒന്ന് പരിശോധിക്കും. ജെനുവിനിറ്റി പരിശോധിച്ചപ്പോൾ ഈ ഫോണിനകത്ത് കിടക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടിയെന്നൊന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ഇത് ഒരു എന്താ പറയുന്നത് ഇത് വളരെ ഗൗരവ സ്വഭാവത്തിൽ കാണേണ്ട ഒരു കേസാണെന്നും ഇതിനകത്ത് കുറച്ചുകൂടി ഗൗരവതരമായി ഇടപെട്ടെങ്കിൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഈ കുട്ടിക്ക് നീതി ഉണ്ടാവുള്ളൂ എന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഒരാൾക്ക് എന്തെങ്കിലും അതായത് പിടിപാടുള്ളതുകൊണ്ടാണോ ഇനിയിപ്പോ പോലീസുകാർ കേസ് എടുക്കാനായിട്ട് വിമുഖത കാണിക്കുന്ന ആദ്യത്തെ രീതിയിൽ? അല്ല, അതൊന്നും പറയാൻ പറ്റില്ല. കാരണം പലപ്പോഴും നമ്മുടെ ശിക്ഷാ നിയമത്തെ പറ്റി നമ്മുടെ പോലീസിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ പറ്റിയോ പറയുന്നുണ്ട്. സമ്പന്നനോട് പട്ടി കുരയ്ക്കത്തേ ഉള്ളൂ, കടിക്കില്ല. അതിസമ്പന്നന്റെ മുമ്പിൽ വാലാട്ടും പക്ഷെ ദരിദ്രനെ കടിക്കും എന്ന് പറയുന്ന രീതിയിൽ ഉള്ള കൊട്ടേഷൻസ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഈ കേസിനകത്തിൽ നമുക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ പ്രതിയുടെ അമ്മ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയാണ്. ഇപ്പൊ ജനപ്രതിനിധിയാണ്. അപ്പം ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതിന്റെ സ്വാധീനമാണോ എന്നറിയത്തില്ല, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും സ്വാധീനമാണോ എന്നറിയില്ല. ഇനി അതല്ല, പോലീസ് ഇത്തരം കാര്യങ്ങളെ പോലീസ് ഇപ്പോൾ ഇങ്ങനെയാണോ കാണുന്നത്? കാരണം ഇപ്പം നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി നിയമപ്രകാരം തന്നെ എത്രയോ പ്രമുഖരെ അടുത്ത സമയത്ത് അറസ്റ്റ് ചെയ്തു. ആ പ്രമുഖരെ അറസ്റ്റ് ചെയ്തപ്പെട്ട കേസിനകത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ ആ പ്രമുഖരെ അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അത് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് പ്രകാരം യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയിൽ അറസ്റ്റ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കുറ്റവാളികളെയാണ്. പക്ഷേ അടുത്ത സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരെയൊക്കെയാണ്? പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെ, പ്രമുഖരായിട്ടുള്ള അഭിപ്രായം പറയുന്നവരെ, അവരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത്തരം കാര്യം വരുമ്പോൾ പോലീസിന് മെല്ലെപ്പോക്കും. മറ്റേത് വരുമ്പോൾ പോലീസ് പലപ്പോഴും എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഇനിയും NDA കേരളത്തിൽ ഭാവിയിൽ ഭരിച്ചാലും പൊളിറ്റിക്കലി ഉള്ള ഒരു എന്താ പറയുന്നത് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഗൗരവ സ്വഭാവത്തോടെ കാണുന്നത് നമ്മൾ തന്നെ അറിയാം. വാളയാറിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു വന്നു. കേരളത്തിൽ എത്ര ജനുവിനായ പാവങ്ങളായിട്ടുള്ള നിർധനരായ പെൺകുട്ടികളുടെ പീഡനത്തിനകത്തിൽ പ്രതികൾക്ക് യഥാർത്ഥത്തിൽ കുറ്റവാളികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ നിയമവ്യവസ്ഥയിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്ത് പൂർണ്ണമായി അവർക്ക് നീതി, അവരുടെ കുടുംബത്തോട് നീതി കാണിച്ചെന്നോ അല്ലെ നമ്മുടെ മനസ്സ്. പക്ഷെ നമ്മളിതൊക്കെ മറന്നുപോകും ഒരു കാലഘട്ടം കഴിയുമ്പം. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? നമ്മൾ ഈ 3 മുന്നണികൾക്കൊക്കെ തന്നെ നമ്മൾ വോട്ട് ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും ഈ പറയുന്ന യഥാവിധി അവർക്ക് ഒരു നീതി ന്യായ വ്യവസ്ഥയുടെ സംരക്ഷണം കിട്ടാൻ പലപ്പോഴും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് സാറിന് തോന്നിയിരിക്കുന്നത്? അത് ജനാധിപത്യം മഹത്തരമാണ്. പക്ഷെ ജനാധിപത്യത്തിൽ എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് ഭരിക്കുന്നവരുടെ ഇതാണല്ലോ. നമുക്ക് ജനാധിപത്യം മോശമാണെന്ന് പറയാൻ പറ്റില്ല, രാജാധിപത്യമാണ് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ പലപ്പോഴും ജനാധിപത്യത്തിന്റെ ഒരു വലിയ അപകടം ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്ന സർക്കാരുകൾക്ക് താല്പര്യമുള്ള ആളുകളെ പ്രീണിപ്പിക്കുകയും ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും ഒരു ഇട്ട് കഴിഞ്ഞാൽ കേസെടുക്കും. ഇപ്പം ഈ സർക്കാർ അങ്ങനെ ചെയ്തു. ഈ സർക്കാർ ഇപ്പം വന്നിട്ട് കുറച്ചു കാലമേ ആയുള്ളൂ. ഈ സർക്കാർ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം VD സതീശൻ ഒരു സമർത്ഥനായ രാഷ്ട്രീയക്കാരനും നല്ല മുഖ്യമന്ത്രിയുമാണ്. പക്ഷെ എന്നാൽ പോലും പലപ്പോഴും സർക്കാരുകൾ മാറി മറിഞ്ഞു വന്നാലും പലപ്പോഴും യഥാർത്ഥത്തിൽ അവർക്ക് പോലീസിന് എപ്പോഴും എന്താണ് ലക്ഷ്യം?
പോലീസിനൊരു നല്ല പോസ്റ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ, ഭരണകക്ഷിയുടെ നേതാക്കന്മാരെ അവരെ പ്രീണിപ്പിക്കണം. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. പിന്നെ മാധ്യമങ്ങൾക്ക് ഇതിനകത്ത് വലിയ പങ്കുണ്ട്. ഈ സംഭവം ഉണ്ടായപ്പോൾ മുട്ടിൽ മരമുറി അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലേക്കാണ് മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിൽക്കുന്നത്. ഞാൻ മുട്ടിൽ മലമുറിയെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ മുട്ടിൽ മലമുറി അത് യഥാർത്ഥത്തിൽ അവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ ടി വീണയുടെ കേസ് അത് അതിനകത്തിലിടണം. ADGP ശ്രീയത്തിന് പിന്നെ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മോശം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. പക്ഷെ അതിനോടൊപ്പം തന്നെ ആ വാർത്ത കയറി വരുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴും അവഗണിക്കപ്പെടും, സൈഡായി പോകും. ആ സൈഡായി പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ നമ്മളെ മീഡിയയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. മീഡിയ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ മീഡിയ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് പലപ്പോഴും എന്ത് വരുന്നത്, ഈ പ്രതികളിലേക്ക് യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ കേരളത്തിലെ പല കേസുകൾ പരിശോധിച്ചാലും മാധ്യമങ്ങൾ, പക്ഷേ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം അങ്ങനെയല്ല. ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ചാനലുകൾ തമ്മിൽ പരസ്പരം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പരസ്പരം ശീതസമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശീതസമരം എന്ന് പറയുന്നത് ശീതസമരമല്ല, അത് അതിനേക്കാൾ വലിയ പോരാണെങ്കിൽ പോലും. അപ്പൊ ഇതെല്ലാം നമ്മുടെ വ്യവസ്ഥിതിയിൽ ഇതെല്ലാം ഇത്തരത്തിലുള്ള കുറ്റവാളികൾ വളരാനുള്ളൊരു, അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതായി പലപ്പോഴും മാറിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സംശയമാണ്, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ പല വീട്ടിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഗാർഹിക പീഡനം തന്നെ ഒരുപാട് വന്ന കാലഘട്ടമാണിത്. സാറ് പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡിവോഴ്സിന്റെ റേറ്റ് ഭയങ്കര കൂടുതലായിട്ടുള്ള നാട് തന്നെയാണ് നമ്മുടെ ഈ കേരളം. അതിനിടയ്ക്ക് ഇതുപോലത്തെ ഒരു സൈക്കോപാത്ത്, നമുക്ക് അങ്ങനെ വിളിക്കാം, സെക്സ് സൈക്കോപാത്താണ് ഇയാൾ ഇത്രയും നാള് സഹിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ ആ കുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം തുടക്കത്തില് പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ, ഈ കുട്ടികൾ പ്രണയിക്കുന്നവരൊക്കെ ഉണ്ട്. പ്രായപൂർത്തിയാവുന്നതിനും പ്രണയിക്കുന്നവരും പ്രായം പൂർത്തിയാവാൻ നോക്കിയിരിക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ പലപ്പോഴും പലയിടത്തും പോകുന്നുണ്ട്. നമ്മൾ ആരും അറിയപ്പെടുന്നില്ല എന്ന് മാത്രം. പക്ഷെ അവരുടെ ഫോണുകളിൽ പരസ്പരം ഏത് കാണും? ഈ കാമുകിയുടെ ദൃശ്യങ്ങൾ കാമുകന്റെ കയ്യിൽ കാണും, കാമുകന്റെ ദൃശ്യങ്ങൾ തിരിച്ചും കാണും. പക്ഷെ അവരാരെങ്കിലും ഈ പണി ചെയ്യുമോ? ചെയ്യത്തില്ല. അപ്പൊ ഇത് ചെയ്തതാരാണ്? ഇത് ഒരു സമുദായ ആചാരപ്രകാരം, പിന്നെ ഒരു ജാതി മതാചാരപ്രകാരം പ്രണയിച്ചതിന് ശേഷം ജാതി മതാചാരപ്രകാരം വിവാഹം കഴിച്ച്, ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ പലപ്പോഴും കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും ഹസ്ബൻഡിനും വൈഫിനും. അല്ലെങ്കിൽ കുറച്ചുകൂടെ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാര്യാഭർത്തൃ ബന്ധം തുടക്കത്തിലുള്ളതിനെക്കാട്ടിൽ കുറച്ചുകൂടി ദൃഢമായിട്ടായിരിക്കും കുറച്ച് കഴിയുമ്പോൾ പോകുന്നത്. കാരണം ഈ ബന്ധം പരസ്പരം ഒരു ഏജ് കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം ഭയങ്കരമായി എന്താ പറയുക, കുട്ടികൾക്ക് പോലും അതിനകത്ത് വലിയ സ്പേസ് ഇല്ലാതാവും. തുടക്കത്തിൽ കുട്ടികളോട് ആയിരിക്കും ആദ്യ സ്നേഹം. കുട്ടികളോടുള്ള സ്നേഹം കുറച്ച് കഴിയുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അത്ര സ്നേഹത്തിലാവും. പക്ഷെ ആ തരത്തിലുള്ള ഒരു കാര്യം പോലും അല്ല ഇവിടെ നടന്നിട്ടുള്ളത്. ഈ കാമുകന്മാർ പോലും കാണിക്കാത്ത, അല്ലെങ്കിൽ അവര് പോലും കാണിക്കാത്ത തരത്തിലുള്ള നിഷ്ഠൂരമായ കാര്യമാണ്, അല്ലെങ്കിൽ വൈകൃതമായ കാര്യമാണ് ഈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി കല്യാണം കഴിഞ്ഞ നാള് തന്നെ ഈ കുറച്ച് ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുവല്ലോ. തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മനസ്സിലാക്കുമ്പോഴും വേറെ കാര്യം മനസ്സിലാക്കുമ്പോഴും കുറച്ചൊക്കെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എല്ലാ സ്ത്രീകളും, നമ്മളിപ്പോ പലപ്പോഴും ചിലർ പറയും ആ സ്ത്രീ എന്തിനു സഹിച്ചു, ആ സ്ത്രീ എന്തിനു ക്ഷമിച്ചു, ആ സ്ത്രീക്ക്. പക്ഷെ നമ്മളിപ്പോ എല്ലാവരും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ സ്ത്രീ പുരുഷന്മാരിലെ കുറ്റവാളികളെ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സമയത്തായിട്ട് സ്ത്രീകളിലെ കുറ്റവാളികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നാലും സ്ത്രീകളിൽ ജെന്യുവനായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പൊ നമ്മൾ ജെന്യുവനായിട്ടുള്ള സ്ത്രീകളെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. പുരുഷന്മാരിലും ഉണ്ടായിരുന്നു. പിന്നെ പണ്ട് ഇതൊക്കെ നടക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ പണ്ട് നടക്കുമായിരുന്നിരിക്കാം. പക്ഷെ അന്ന് ഇത്രയും വലിയ അപകടകരമായത്, ഇപ്പൊ നമ്മളിപ്പോ നടന്നു പോകുന്ന വഴിയിൽ ക്യാമറയുണ്ട്, നമ്മൾ കയറുന്ന ബസ്സിൽ ക്യാമറയുണ്ട്, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ക്യാമറയുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി കരുതൽ വേണ്ടവരാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പോ കുട്ടി, അതായത് ഈ 4 വയസ്സിലെ കുട്ടിയുടെ മുന്നിൽ വെച്ച് വരെ ഇയാൾ മാസ്റ്റർബേഷൻ ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു വീഡിയോ വരെ എടുത്ത് ഇയാൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളല്ല, ഇങ്ങനെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇവിടത്തെ പോലീസ് പോക്സോ കേസ് എടുക്കാനായിട്ട് മുതിരുന്നില്ല? ഞാനത് ആദ്യമേ പറഞ്ഞല്ലോ, ഇതിനകത്തിൽ സാധാരണ ഇത്തരത്തിലുള്ള ഒരു ഇത് വരുമ്പോൾ ഇത് ആ കൺസേൺഡ് കൊല്ലം ജില്ലയിലെ ആ പോലീസ് സ്റ്റേഷനിലെ ഒരു വെറും ജൂനിയറായ ഒരു CPO, സിവിൽ പോലീസ് ഓഫീസർ, പോലീസിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള
പഴയ PC എന്ന് പറയുന്ന CPU ആണ് മൊഴിയെടുക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അവിടെ തന്നെ തെറ്റി, അവിടെ തന്നെ പാളിച്ചു പറ്റി. യഥാർത്ഥത്തിൽ മൊഴിയെടുക്കേണ്ടത് ആരാണ്? ഒരു വനിതാ സബ് ഇൻസ്പെക്ടറാണ് മൊഴിയെടുക്കേണ്ടത്. അപ്പം തുടക്കം മുതൽ തന്നെ ഇതുപോലുള്ള കേസുകൾ, ഈ കേസ് എന്നല്ല പല കേസുകളിലും ഇതിന് മുമ്പ് ഇങ്ങനെ അല്ല, ഇപ്പൊ ഈ സർക്കാർ വന്നതിന് ശേഷമാണെന്ന് പറയാൻ പറ്റത്തില്ല, പലപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതെ, ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും ഇപ്പോ ഇവർക്ക് കൊടുത്തേക്കുന്ന ഈ വകുപ്പ് അല്ലെങ്കിൽ അയാൾക്ക് ചാർത്തിയേക്കുന്ന വകുപ്പ് എന്ന് പറയുമ്പോൾ IT ആക്ട് പ്രകാരമാണല്ലോ. IT ആക്ടും BNS മാത്രമാണ് ഇട്ടേക്കുന്നത്. പോക്സോ വകുപ്പ് കൂടി ഇടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ കാര്യങ്ങളിൽ ഇപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം അവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള നീതി അവർക്ക് കിട്ടത്തുള്ളൂ. ഈ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ തുടക്കത്തിൽ? നീതി നിഷേധിക്കപ്പെട്ടു എന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരെ ഈ പ്രാരംഭഘട്ട അന്വേഷണത്തെ തുടർന്നുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി പോക്സോ വകുപ്പ് ചുമത്താത്തതിൽ അവർക്ക് ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഏറ്റവും വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പാണല്ലോ. കാരണം നമുക്കറിയാം, ഇപ്പോ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും കുട്ടി ഒരു മൊഴി പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പോക്സോ കേസ് നമ്മൾ എടുക്കുന്നതാണ്. അല്ല, ഇതിനകത്ത് കുട്ടി തന്നെ പറഞ്ഞു. ഇപ്പൊ കുട്ടി ഇതിനകത്തിൽ പറയണമെന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ട് കുട്ടി പറഞ്ഞില്ലെങ്കിൽ പോലും ആ ദൃശ്യങ്ങളിൽ ഇയാളെ വ്യക്തമാണ്, കുട്ടിയുടെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേസ് എടുക്കേണ്ടതാണ്. പക്ഷെ എന്നിട്ടും എടുത്തില്ല. തുടക്കത്തിൽ തന്നെ ഈ കേസ് എടുക്കാനായിട്ട് അഭാവം കാണിച്ചു, അല്ലെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായ്മ കാണിച്ചു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പൊ ഈ ഭർത്താവ്, ഈ കുറ്റം ചെയ്ത ആൾ എവിടെയാന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇതെല്ലാം ഇവർക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി പോയതാണോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്യാപ്പ് കൊടുത്തതാണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം മാധ്യമം ഇതെടുത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് പോലീസ് കേസെടുക്കാനായിട്ട് മുന്നോട്ട് വന്നത് തന്നെ. അതിനു മുമ്പൊക്കെ പോലീസ് കേസെടുക്കാനൊന്നും വന്നില്ല. മൊഴിയെടുത്ത് പോയി എന്നല്ലാണ്ട് കേസിലേക്ക് എത്തിയിട്ടില്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂട്ടി വായിക്കുമ്പോൾ, ഞാനത് ആദ്യമേ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഈ നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നില്ല. പലപ്പോഴും പരിശോധിക്കുമ്പോൾ നീതി കിട്ടുന്നത് അതുപോലുള്ള നമ്മുടെ സിസ്റ്റത്തെ മൊത്തത്തിൽ കുറ്റം പറയുകയല്ല, പക്ഷെ സിസ്റ്റത്തിൽ ചില സിസ്റ്റമിക് എററുണ്ട്. അത് നമ്മുടെ എത്രമാത്രം ഇപ്പൊ ഏത് സർക്കാർ നാളെ വന്നാലും, ഇതുവരെയുള്ള സർക്കാരുകൾക്കും സിസ്റ്റമിക് എറർ ഉണ്ടായിരുന്നു, ഇനിയും വരാൻ പോകുന്ന സർക്കാരുകൾക്കും ഇതുണ്ടാവും. അവിടെ ചെയ്യേണ്ട നീതിബോധമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര്, അല്ലെങ്കിൽ നീതിബോധമുള്ള മാധ്യമ പ്രവർത്തകർ, നീതിബോധമുള്ള അഭിഭാഷകർ, ഇവരൊക്കെ കുറച്ചുകൂടി ഈ ഇത്തരത്തിൽ വിഷയങ്ങളിൽ ഒരു അനുതാപം പ്രകടിപ്പിക്കുകയും ഈ വിക്ടിമിന് അനുകൂലമായി ചിന്തിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ സിസ്റ്റം നന്നാവത്തുള്ളൂ. തീർച്ചയായിട്ടും.